കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എക്കാലത്തും നമ്മുടെ ഗതാഗത സംവിധാനങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ്. തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെ നീണ്ടുകിടക്കുന്ന വീതി കുറഞ്ഞ ഈ കൊച്ചു സംസ്ഥാനത്ത് റോഡുകളിലെ തിരക്ക് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കുന്ന ഒരാൾക്ക് കേരളത്തിന്റെ വടക്കേ അറ്റത്തെത്താൻ ഇന്നും 10-12 മണിക്കൂറുകൾ ട്രെയിനിലോ ബസ്സിലോ ചെലവഴിക്കേണ്ടി വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അതിവേഗ റെയിൽ യാത്രാ സംവിധാനങ്ങളെക്കുറിച്ച് കേരളം ഗൗരവകരമായി ചിന്തിച്ചു തുടങ്ങിയത്. എന്നാൽ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും വിവാദങ്ങളും മാത്രമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതോടെ കേരളത്തിന്റെ അതിവേഗ യാത്രാ സ്വപ്നങ്ങൾ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ള റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അഥവാ RRTS എന്ന പുതിയ പദ്ധതിയിലൂടെ ആ സ്വപ്നങ്ങൾക്ക് വീണ്ടും ജീവൻ വയ്ക്കുകയാണ്. ഈ പുതിയ ഗതാഗത സംവിധാനം കേരളത്തിൻ്റെ ഭാവിക്ക് എത്രത്തോളം അനിവാര്യമാണെന്നും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാടുകൾ ഇതിലെത്രത്തോളം നിർണായകരമാണെന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഏകദേശം 8 വർഷത്തോളം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു സിൽവർ ലൈൻ അഥവാ കേരയിൽ പദ്ധതി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന അർദ്ധ അതിവേഗ റെയിൽപാതയാണ് അന്ന് വിഭാവനം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ വലിയ തോതിലുള്ള ഭൂമി ഏറ്റെടുക്കലും പരിസ്ഥിതിക്കുണ്ടാക്കാൻ സാധ്യതയുള്ള ആഘാതങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചു. പാതയുടെ വലിയൊരു ഭാഗം ഉയർന്ന മൺതിട്ടകളിലൂടെ കടന്നു പോകുന്നത് സംസ്ഥാനത്തെ പാരിസ്ഥിതികമായി രണ്ടായി വിഭജിക്കുമെന്നും പ്രകൃതി ദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ വാദിച്ചു. ജനങ്ങളുടെ അതിശക്തമായ എതിർപ്പും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള അനുമതി ലഭിക്കുന്നതിലെ കാലതാമസവും പദ്ധതിയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ഒടുവിൽ വർഷങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരാവുകയായിരുന്നു. ഈ 8 വർഷത്തെ കാത്തിരിപ്പ് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ്. മറ്റ് സംസ്ഥാനങ്ങൾ ഇത്തരം പദ്ധതികളുമായി അതിവേഗം മുന്നോട്ട് പോയപ്പോൾ കേരളം കേവലം വിവാദങ്ങളുടെ ചുഴിയിലകപ്പെട്ട് വിലപ്പെട്ട സമയം പാഴാക്കി. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര അനുമതി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ മുൻ പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ബദൽ പദ്ധതിയായി RRTS എന്ന ആശയം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. കേവലം ഒരു ട്രെയിൻ സർവീസ് എന്നതിനേക്കാൾ അടുത്തടുത്തുള്ള നഗരങ്ങളെ അതിവേഗം ബന്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര നഗരവികസന മന്ത്രാലയം ആവിഷ്കരിച്ച ഒരു അത്യാധുനിക ഗതാഗത സംവിധാനമാണിത്. സിൽവർ ലൈനിൽ നിന്നും RRTSനെ വ്യത്യസ്തമാക്കുന്നത് പ്രധാന ഘടകം അതിൻ്റെ സാങ്കേതിക വിദ്യയും നിർമ്മാണ രീതിയുമാണ്. മെട്രോ ട്രെയിനുകൾക്ക് സമാനമായി പൂർണ്ണമായും കോൺക്രീറ്റ് തൂണുകളിലൂടെയുള്ള ഉയരപാതകളിലൂടെയും തുരങ്കങ്ങളിലൂടെയുമാണ് ഇതിൻ്റെ സഞ്ചാരം. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലല്ലാത്തതിനാൽ തന്നെ കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിൽ നിന്നും ഈ പദ്ധതിക്ക് വേഗത്തിൽ അനുമതി ലഭിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ പൊതുഗതാഗത പദ്ധതികളോട് കേന്ദ്ര സർക്കാർ വളരെ അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചു പോരുന്നത്. മണിക്കൂറിൽ 160 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ അർദ്ധ അതിവേഗ തീവണ്ടികൾ കേരളത്തിൻ്റെ യാത്രാ ചരിത്രത്തിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. ഡൽഹി മീററ്റ് പാതയിൽ ഇതിനോടകം തന്നെ വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ സംവിധാനം സുരക്ഷിതവും സമയലാഭം നൽകുന്നതുമായ ഒരു യാത്രാനുഭവമാണ് യാത്രക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. കേരളം പോലെയൊരു സംസ്ഥാനത്ത് ഏത് വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം അത് പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കും എന്നതാണ്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ അനേകം നദികളും തണ്ണീർത്തടങ്ങളും നിറഞ്ഞ കേരളത്തിന്റെ ഭൂപ്രകൃതി വളരെ ലോലമാണ്. സിൽവർ ലൈൻ നേരിട്ട ഏറ്റവും വലിയ വിമർശനം അത് വലിയ തോതിൽ ഭൂമി ഏറ്റെടുക്കൽ കാരണമാകും എന്നതായിരുന്നു. എന്നാൽ RRTS വിഭാവനം ചെയ്യുന്നത് തൂണുകളിലൂടെയുള്ള ഉയരപാതയായതിനാൽ ഭൂമി ഏറ്റെടുക്കൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വേണ്ടിവരികയുള്ളൂ. നിലവിലുള്ള ദേശീയ പാതകളുടെയോ റെയിൽവേ പാതകളുടെയോ മധ്യത്തിലൂടെയോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ജനവാസ മേഖലകളിലൂടെയോ ഇത്തരം തൂണുകൾ സ്ഥാപിക്കാൻ സാധിക്കും. കൂടാതെ പാത ഉയർന്ന തൂണുകളിലൂടെ പോകുമെന്നതിനാൽ വെള്ളപ്പൊക്കം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ ഭയക്കേണ്ടതുമില്ല. മൃഗങ്ങൾക്കും മനുഷ്യർക്കും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പാത തടസ്സമാവുകയുമില്ല. ഭൂമിയുടെ സ്വാഭാവികമായ കിടപ്പിനെയോ നീരൊഴുക്കിനെയോ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നത് പരിസ്ഥിതി പ്രവർത്തകരുടെ ആശങ്കകളെ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. കേരളത്തിന്റെ ഹരിതാഭ നിലനിർത്തിക്കൊണ്ട് തന്നെ വികസനത്തിലേക്ക് കുതിക്കാൻ ഇത്തരം എലിവേറ്റഡ് കോറിഡോറുകൾക്ക് കഴിയും എന്നതിനാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ വിശ്വാസം വരണമെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന വ്യക്തികളുടെ വിശ്വാസ്യത വളരെ പ്രധാനമാണ്. കൊച്ചി മെട്രോയും ഡൽഹി മെട്രോയും ഉൾപ്പെടെയുള്ള വമ്പൻ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ ഡൽഹി മെട്രോ മുൻ മേധാവി ശ്രീധരന്റെ സാന്നിധ്യം കേരളത്തിന്റെ പുതിയ അതിവേഗ റെയിൽ സ്വപ്നങ്ങൾക്ക് നൽകുന്ന കരുത്ത് ചെറുതൊന്നുമല്ല. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ വെറും 3.5 മണിക്കൂർ കൊണ്ട് പിന്നിടാൻ കഴിയുന്ന ഒരു പുതിയ ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ സാധ്യതാ പഠനം ഇദ്ദേഹം ഇപ്പോൾ നടത്തിവരികയാണ്. ഈ പദ്ധതി പൂർണ്ണമായും പണിപ്പുരയിലാണെങ്കിലും മെട്രോമാനെ പോലെയുള്ളൊരു വിദഗ്ധൻ ഇതിന് ചുക്കാൻ പിടിക്കുന്നു എന്നത് ജനങ്ങളിലും സർക്കാരിലും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സാങ്കേതികമായി തികച്ചും പ്രായോഗികമായ പരിസ്ഥിതിക്ക് ഏറ്റവും കുറഞ്ഞ ആഘാതം സൃഷ്ടിക്കുന്ന ഒരു രൂപരേഖയായിരിക്കും അദ്ദേഹം സമർപ്പിക്കുക എന്ന് ഉറപ്പാണ്.
സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന നിരക്കിൽ എന്നാൽ വിമാനയാത്രയോട് കിടപിടിക്കുന്ന സൗകര്യങ്ങളോടെ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുക എന്ന അപ്രാപ്യമായെന്ന് കരുതിയ സ്വപ്നമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കേരള ഭരണത്തിൽ വന്ന മാറ്റങ്ങളും പുതിയ നയങ്ങളും ഈ പദ്ധതിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു പുതിയ ഭരണ നേതൃത്വത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാടുകൾ തികച്ചും ശ്രദ്ധേയമാണ്. പഴയ പദ്ധതികളുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തികച്ചും ശാസ്ത്രീയമായ പുതിയ പഠനങ്ങൾ നടത്തുമെന്ന് അദ്ദേഹം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അതിവേഗ പദ്ധതികൾക്ക് പൂർണ്ണമായും തൂണുകളിലൂടെയുള്ള ഉയരപ്പാതകൾ തന്നെ വേണ്ടിവരുമെന്ന തിരിച്ചറിവ് സർക്കാരിനുണ്ട്. ഏതൊരു വലിയ വികസന പദ്ധതിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യോജിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണ്. രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനത്തിനായി കേന്ദ്ര സർക്കാരുമായി കൈകോർക്കാൻ പുതിയ സർക്കാർ തയ്യാറാകുമോ എന്നതും ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. RRTS പോലെയൊരു പദ്ധതിക്ക് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ സഹകരണം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പഠന റിപ്പോർട്ടുകളോടെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കേന്ദ്രത്തെ സമീപിച്ചാൽ കേരളത്തിന് അനുകൂലമായ ഒരു തീരുമാനം നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ ആശയക്കുഴപ്പങ്ങളിൽ പെട്ടുഴലുമ്പോൾ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും അതിവേഗ റെയിൽ ഗതാഗതത്തിൽ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന നാഷണൽ ക്യാപിറ്റൽ റീജിയണിൽ RRTS പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസുകൾക്ക് കേരളത്തിൽ ലഭിച്ച വമ്പൻ സ്വീകാര്യത സൂചിപ്പിക്കുന്നത് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പണം മുടക്കാൻ മലയാളികൾ തയ്യാറാണ് എന്ന് തന്നെയാണ്. എന്നിരുന്നാലും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വൈകുന്തോറും അതിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. 10 വർഷം മുൻപ് 10,000 കോടി രൂപയ്ക്ക് തീർക്കാൻ കഴിയുമായിരുന്ന ഒരു പദ്ധതി ഇന്നത്തെ സാഹചര്യത്തിൽ 20,000-ഓ 30,000-ഓ കോടി രൂപ ആവശ്യമായി വരുന്ന രീതിയിലേക്ക് നിർമ്മാണ സാമഗ്രികളുടെ വിലയും പണിക്കൂലിയും വർദ്ധിച്ചിട്ടുണ്ട്. ഇനിയും തീരുമാനങ്ങൾ വൈകിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഖജനാവിന് താങ്ങാൻ കഴിയാത്തത്ര സാമ്പത്തിക ഭാരം വരുത്തിവെക്കും. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യാത്രാ സൗകര്യങ്ങൾ നാളത്തെ തലമുറയ്ക്ക് ഒട്ടും പര്യാപ്തമാകില്ല എന്ന കാര്യം ഉറപ്പാണ്. IT മേഖലയിലടക്കം കുതിച്ചുചാട്ടത്തിനൊരുങ്ങുന്ന കേരളത്തിന് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും നിക്ഷേപകരെ ആകർഷിക്കാനും ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ഗതാഗത ശൃംഖല അത്യാവശ്യമാണ്. കണ്ണൂരിൽ താമസിക്കുന്ന ഒരാൾക്ക് ദിവസവും തിരുവനന്തപുരത്ത് പോയി ജോലി ചെയ്ത് വൈകുന്നേരം സ്വന്തം വീട്ടിൽ തിരിച്ചെത്താൻ കഴിയുന്ന ഒരവസ്ഥ സങ്കല്പിച്ചെന്ന് നോക്കുക. അത് നമ്മുടെ തൊഴിൽ സംസ്കാരത്തിലും സമ്പദ് വ്യവസ്ഥയിലും ഉണ്ടാക്കുന്ന മാറ്റം സങ്കല്പാതീതമായിരിക്കും. പഴയ തർക്കങ്ങളും പിടിവാശികളും ഉപേക്ഷിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിവേഗ ഗതാഗത സംവിധാനത്തിനായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൃത്യമായ ആസൂത്രണത്തോടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന മാതൃകകളിലൂടെ കേരളത്തിന് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അത് വരും തലമുറയ്ക്കായി നാം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.